ഓം നമഃശിവായ. എല്ലാവർക്കും നമസ്കാരം. ഭാരതത്തിൽ ഭക്തി സാഹിത്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാണ് കീർത്തനത്തിനുള്ളത്. ആ കീർത്തനത്തിൽ ഈശ്വരൻ്റെ മഹത്വമാണ് അല്ലെങ്കിൽ ഗുണങ്ങളെയാണ് നമ്മൾ അത് കീർത്തിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ കീർത്തിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഈശ്വരന് നമ്മൾ എന്തെല്ലാം ഗുണങ്ങൾ കൽപ്പിക്കുന്നുവോ അതെല്ലാം നമ്മുടെ ഉള്ളിൽ ഉണർത്താനാണ് ആ ശബ്ദം പര്യാപ്തമാകുന്നത്, അല്ലെങ്കിൽ അതിന് നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ കീർത്തിക്കുമ്പോൾ, ഈശ്വരനെ കീർത്തിക്കുമ്പോൾ അതിൻ്റെ ഗുണം സത്യത്തിൽ ഈശ്വരനല്ല, നമുക്ക് തന്നെയാണ്. നമ്മുടെ ഉള്ളിലെ ഉറങ്ങിക്കിടക്കുന്ന ശക്തികളെ ഉണർത്താൻ അതിന് സാധിക്കുന്നു എന്നുള്ളതാണ്. നല്ല ഗുണങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുവാൻ അത് സഹായിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് കീർത്തനങ്ങൾക്ക് വലിയ പ്രാധാന്യം നമ്മുടെ ഭക്തിശാസ്ത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ എടുത്താൽ ധാരാളം കീർത്തനങ്ങൾ, സ്തുതികൾ, ശ്ലോകങ്ങൾ ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം സ്തുതികളിലൂടെയൊക്കെ നമ്മുടെ ഉള്ളിലെ ഗുണങ്ങളെ ഉണർത്തുക എന്നുള്ള വലിയൊരു ഉദ്ദേശം, ലക്ഷ്യം അതിൻ്റെ പിന്നിലുണ്ട്. നമുക്കറിയാം, ആദി കാവ്യം, ലോകത്തിൽ തന്നെ ഏറ്റവും ആദ്യത്തെ കാവ്യം എന്ന് പറയാവുന്നത് രാമായണമാണ്. ആദി കാവ്യം എന്ന് വിളിക്കപ്പെടുന്നത് ആദി കവിയാണല്ലോ വാൽമീകി മഹർഷി. അപ്പോൾ വാൽമീകി മഹർഷി ഈ ശബ്ദത്തിൻ്റെ പ്രാധാന്യം നമ്മുടെ ഋഷീശ്വരന്മാരെല്ലാം കണ്ടെത്തിയിരുന്നു. ശബ്ദത്തിന് സൃഷ്ടി, സ്ഥിതി, സംഹാരങ്ങളെല്ലാം ചെയ്യാനുള്ള കഴിവുണ്ട്. അത് എത്രയോ കാലം മുമ്പ് തന്നെ നമ്മുടെ ഋഷീശ്വരന്മാർ അതറിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ വാൽമീകി മഹർഷി ആദ്യത്തെ കാവ്യം രചിച്ചു കഴിഞ്ഞപ്പോൾ അത് നമുക്കറിയാം, ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെയും സീതാദേവിയുടെയും പുത്രന്മാരായ ലവകുശന്മാർക്ക് ആണ് ഈ കാവ്യം ആദ്യം പറഞ്ഞു കൊടുക്കുന്നത്, പഠിപ്പിച്ചു കൊടുക്കുന്നത്. അവരത് ഹൃദിസ്ഥമാക്കി എന്നാണ്. അപ്പോൾ ആ ഹൃദിസ്ഥമാക്കിയ കാവ്യം അത് കൊണ്ടുപോയിട്ട് അയോധ്യയുടെ നഗരത്തിൽ പോയിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടുത്തെ മുക്കിലും മൂലയിലും ചെന്ന് ഈ കാവ്യം ആലപിക്കുകയാണ്. അപ്പോൾ ഈ ശബ്ദത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ആ ശബ്ദത്തിന് ഉദാത്ത, അനുദാത്ത, സ്വരിത ഭേദങ്ങളോടുകൂടി കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ട് ചൊല്ലുകയാണെങ്കിൽ മനുഷ്യ മനസ്സിനെ മാത്രമല്ല മറ്റു ജീവജാലങ്ങളെ കൂടി, സർവ്വചരാചരങ്ങളെയും ആകർഷിക്കുവാനുള്ള ശക്തി ഉണ്ടെന്ന് ഋഷീശ്വരന്മാർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് വാൽമീകി മഹർഷി ഇത് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അതിനൊരു പ്രത്യേക ഉദ്ദേശം, ലക്ഷ്യത്തോടു കൂടിയാണ് പഠിപ്പിച്ചു കൊടുത്തത്. ലവകുശന്മാർ വളരെ മനോഹരമായിട്ട് ആ അയോധ്യയുടെ നഗരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും, ജനങ്ങൾ തിങ്ങിക്കൂടുന്ന ഭാഗങ്ങളിലെല്ലാം പോയിട്ട് ഈ ആലാപനം ചെയ്യാൻ തുടങ്ങിയെന്നാണ്. മാത്രമല്ല, അതിന് പ്രത്യേക ഒരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. അത് ഒരുപക്ഷെ ലോകത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രത്യേകത, സ്വന്തം മാതാപിതാക്കന്മാരെ പറ്റി ജനങ്ങൾക്കുണ്ടായിരുന്ന കളങ്കിതമായ വിചാരം, അതിനെ ദൂരീകരിക്കുവാൻ വേണ്ടിയിട്ട് സ്വന്തം മക്കൾ, അതെച്ച് രാമചന്ദ്ര ഭഗവാന്റെയും സീതാദേവിയുടെയും മക്കളാണ് അതിനു വേണ്ടിയിട്ട് ആദ്യം പ്രയത്നിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. രാമായണ കാവ്യം ചൊല്ലിക്കൊണ്ടാണ്. അതിലെന്താണ് സംഭവിച്ചത്, ഭഗവാൻ രാമൻ എന്താണ് സംഭവിച്ചത്, അതേപോലെ സീതാദേവിക്ക് എന്താണ് സംഭവിച്ചത്, സത്യത്തിൽ എന്താണ് അവിടെ നടന്നത്, രാവണൻ അപഹരിച്ചു കൊണ്ടുപോയതിന് ശേഷം അവിടെ എന്തൊക്കെ നടന്നു എന്നുള്ള വിവരങ്ങളെല്ലാം ജനങ്ങൾ വിചാരിച്ചതുപോലെയല്ല. ജനങ്ങൾ അതെല്ലാം തെറ്റിദ്ധരിക്കുകയാണ്. സീതാദേവി കളങ്കിതയാണെന്നവർ വിചാരിച്ചു. അപ്പോൾ സീതാദേവിയെ പറ്റിയുള്ള കളങ്കിതമായ വികാരങ്ങളെയെല്ലാം നീക്കം ചെയ്ത് അവരുടെ മനസ്സിനെ നിർമ്മലമാക്കുവാൻ, പരിശുദ്ധമാക്കുവാൻ ലവകുശന്മാർക്ക് സാധിച്ചത് ഈ കാവ്യത്തിലൂടെയാണ്. അപ്പോൾ കാവ്യത്തിനൊരു പ്രത്യേക ശക്തിയുണ്ട്. അപ്പോൾ ആ ശബ്ദത്തിനൊരു പ്രത്യേകതയുണ്ട് എന്നുള്ളതാണ്. ആ കീർത്തനങ്ങൾ കേട്ട അയോധ്യാവാസികൾ അവർ വളരെ സന്തോഷം കൊണ്ട് അവർ ആനന്ദ നൃത്തം ചെയ്തു എന്നാണ്. അവർ ഈ ലവകുശന്മാർക്ക് വേണ്ട സമ്മാനങ്ങളൊക്കെ ഇത് കേട്ടിട്ട് കൊടുത്തു എന്നാണ്. അപ്പോൾ അത്രയും സംഗീതത്തിന് വളരെ പ്രാധാന്യമുണ്ട്. സംഗീതാത്മകമായിട്ടൊരു കാര്യം പറയുമ്പോൾ, അല്ലെങ്കിൽ അത് ചൊല്ലുന്ന സമയത്ത് ജനഹൃദയങ്ങളെയും സർവ്വചരാചരങ്ങളെയും ആകർഷിക്കുന്നു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അത് കേട്ടവരിൽ അത് സന്തോഷം ഉണ്ടാക്കുന്നു. കീർത്തനത്തിൻ്റെ മഹത്വം അവിടെയാണ്. കീർത്തനം കേൾക്കുന്നവരിൽ സന്തോഷമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത്. നമുക്കറിയാം, ഇന്നത്തെ ലോകമാണ്, ഇന്ന് ശബ്ദങ്ങളുടെ ഒരു ലോകമാണ്. ലൗകിക ശബ്ദം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ സിനിമയിലൊക്കെ ഗാനങ്ങളുണ്ട്.
ആ ഗാനങ്ങളൊക്കെ ചൊല്ലുമ്പോഴും കേൾക്കുമ്പോഴുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരമൊരു രീതിയിലുള്ള ചിന്താ തരംഗമാണ് അവരുടെ മനസ്സിൽ സൃഷ്ടിക്കുക. ലൗകിക തരംഗങ്ങളാണ് അവരുടെ മനസ്സിൽ സൃഷ്ടിക്കുന്നത്. എന്നാൽ കീർത്തനം കേൾക്കുമ്പോൾ അങ്ങനെയല്ല. ആ കീർത്തനം ചൊല്ലുന്നയാളിലും കേൾക്കുന്നയാളിലും സന്തോഷവും ശാന്തിയും സമാധാനവും വന്ന് നിറയുകയാണ് സത്യത്തിൽ ചെയ്യുന്നത്. അപ്പോൾ അന്തരീക്ഷം ആകെ മാറും. ആ അന്തരീക്ഷം കീർത്തനം ചൊല്ലുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് അതിന് ചുറ്റിലും ഉണ്ടാകുന്നത്. എന്നാൽ ഒരു സിനിമാ ഗാനങ്ങളിലൂടെ നമുക്ക് ലൗകിക ചിന്തകളും ലൗകിക വികാരങ്ങളെയുമാണ് ഉണർത്തുന്നത്. ചില ഗാനങ്ങൾ, ചില ശബ്ദങ്ങൾ ഒക്കെ കേട്ട് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ദുർബലതകളെ ഉണർത്താൻ ഈ ശബ്ദങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ സിനിമയൊക്കെ എടുക്കുമ്പോൾ, സീരിയലുകളൊക്കെ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണമെന്ന് പറയും. ആ ശബ്ദങ്ങൾ അവരെ സ്വാധീനിക്കുന്നുണ്ട്, കേൾക്കുന്നവരെ സ്വാധീനിക്കുന്നുണ്ട്. അവരുടെ ഉള്ളിലെ ദുർവികാരങ്ങളെ ഉണർത്താൻ കൂടി പര്യാപ്തമായതുകൊണ്ട് അത്തരം ശബ്ദങ്ങളിലൂടെ ആ ശബ്ദങ്ങൾ കേൾക്കുന്നവർ വളരെയധികം ശ്രദ്ധിച്ച് വേണം വേണ്ടതേതാണ് വേണ്ടാത്തതേതാണെന്ന് തിരിച്ചറിഞ്ഞ് വേണം കേൾക്കാൻ എന്നുള്ളതാണ്. അപ്പോൾ അതിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ കീർത്തനങ്ങളുടെ ഈ സ്വാധീനം കൊണ്ടാണ് നമ്മുടെ ഋഷീശ്വരന്മാർക്ക് ധാരാളം കീർത്തനങ്ങൾ രചിച്ചിട്ടുള്ളത്. ഭഗവാൻ ശ്രീ ശങ്കര ആചാര്യർ പോലും നമുക്കറിയാം ധാരാളം കീർത്തനങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. സൗന്ദര്യ ലഹരി ഉൾപ്പെടെയുള്ള നിരവധി കീർത്തനങ്ങൾ, ഒരുപാട് സ്തുതികൾ, ഇതെല്ലാം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കാനും പഠിക്കാനും ഓർമ്മിച്ച് വയ്ക്കാനും എളുപ്പമാണ്. ആ കീർത്തനങ്ങൾ വളരെ വേഗം നമുക്ക് പഠിക്കാൻ സാധിക്കുമെന്നല്ല, ലവകുശന്മാരത് പെട്ടെന്ന് ഹൃദയസ്ഥമാക്കി എന്നാണ് അത് കേട്ടപ്പോൾ തന്നെ. അപ്പോൾ അതൊരു പദ്യരൂപത്തിലായതുകൊണ്ട്, കാവ്യരൂപത്തിലായതുകൊണ്ട്, സംഗീതാത്മകമായതുകൊണ്ട് വളരെ കേൾക്കുന്നവർക്ക് പോലും അത് പെട്ടെന്ന് ഹൃദയസ്ഥമാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഒരു ആശയത്തെ ഒരാളുടെ ഉള്ളിലേക്ക് കടത്തിവിടുവാൻ സംഗീതത്തിന് വലിയ ശക്തിയുണ്ട്. ഇപ്പോൾ നമുക്കറിയാം മ്യൂസിക് ഒരു തെറാപ്പിയായിട്ടെന്ന് യൂറോപ്പിൽ പോലും പല രാജ്യങ്ങളും സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്, മ്യൂസിക് തെറാപ്പി എന്നുള്ള പേരിൽ. കാരണം ചില രോഗികളെ സംബന്ധിച്ച് അത്തരം ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ അവരുടെ ഉള്ളിൽ പോസിറ്റീവ് എനർജി ഉണ്ടാക്കാനും രോഗത്തിൽ നിന്ന് വിമുക്തി ഉണ്ടാക്കുവാനും അത് സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരം സഹായകരമായ ശബ്ദങ്ങൾ ഏതാണെന്ന് വേർതിരിച്ച് മനസ്സിലാക്കിയവരാണ് നമ്മുടെ ഋഷീശ്വരന്മാർ. ആ ശബ്ദത്തിൻ്റെ പ്രാധാന്യം ശരിക്ക് ഉൾക്കൊണ്ടുകൊണ്ടാണ് അവർ ഈ കീർത്തനങ്ങളും ഒക്കെ രചിച്ചത്. അപ്പോൾ അമ്മയെപ്പോലുള്ള മഹാത്മാക്കൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ആ കീർത്തനങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഒരു ദിവസം പോലും മുടങ്ങാതെ ആശ്രമങ്ങളിൽ ഇന്ന് കീർത്തനം നടക്കാറുണ്ട്. അപ്പോൾ ആ കീർത്തനം ഒരുപാട് കേൾക്കുന്ന മനുഷ്യ മനസ്സുകളെ ശുദ്ധീകരിക്കുവാൻ, പരിശുദ്ധമാക്കുവാൻ വളരെ പര്യാപ്തമാണ് ആ ശബ്ദങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് മഹാത്മാക്കൾ തന്നെ കീർത്തനങ്ങൾക്ക്, ഇപ്പോൾ അമ്മയെപ്പോലുള്ള മഹാത്മാക്കൾ, ശ്രീരാമകൃഷ്ണദേവനെ പോലെയുള്ള മഹാത്മാക്കളൊക്കെ കീർത്തനങ്ങളെ ചൊല്ലി നൃത്തം വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ജനമനസ്സുകളെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്, അവരുടെ മനുഷ്യ മനസ്സിനെ പോസിറ്റീവ് എനർജിയിലേക്ക് നയിക്കുവാൻ അത് സഹായിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത്തരം ശബ്ദങ്ങളും കീർത്തനങ്ങളും ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ, അടുത്ത തലമുറയെ പഠിപ്പിക്കുവാൻ നമ്മൾ തയ്യാറായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിലൊരു ശക്തമായ തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കുമെന്നുള്ളതിന് സംശയമില്ല. അതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. നമഃശിവായ.